വെൽക്കം ബാക്ക് ടു ഇൻലൈറ്റ് റെമഡി ടോക്ക്. ഹായ്, ഐ എം ഇർഫാൻ ഇൻലൈറ്റ്. കഴിഞ്ഞ 7 വർഷമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 3000-ലധികം കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ പഠന പ്രയാസം മാറ്റി അവരുടെ ജീവിതത്തിൽ സന്തോഷം പകർത്താൻ ഇൻലൈറ്റിന് സാധിച്ചിട്ടുണ്ട്. ആ ഇൻലൈറ്റിൻ്റെ കേരള കാലിക്കറ്റ് ബ്രാഞ്ചിയുടെ കൊടിയത്തൂരിലാണ് ഞാൻ ഇന്നുള്ളത്. കാലിക്കറ്റ് റെമഡി സെൻറ്ററിൻ്റെ ചൈൽഡ് റെമിഡിയേറ്ററായ മുർഷിദ മാമാണ് നമ്മുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ 2 കൊല്ലത്തിനധികമായി മാം ഈ ഒരു ഇൻലൈറ്റ് ടീമിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ മാമിനോട് തന്നെ നമുക്ക് ആ ഒരു കുട്ടികളുടെ പഠനത്തിലുള്ള റിസൾട്ടും മാമിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ മാമിനോട് തന്നെ ചോദിച്ച് നോക്കാം. ഈ ഒരു റെമഡി ടോക്കിലേക്ക് മാമിൻ്റെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു സർ. ഞാൻ മുർഷിദ, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിലെ ചൈൽഡ് റെമഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. 2 വർഷമായി ഇൻലൈറ്റിലെത്തിയിട്ട് 5 വർഷമായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ മാം, നമ്മുടെ ഇൻലൈറ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഇൻലൈറ്റിലേക്ക് മാം എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ ഇതിൻ്റെ മുന്നേ ഈ ഒരു മേഖലയിൽ തന്നെ ആയിരുന്നു. 5 വർഷമായി ഈ ഒരു റെമഡി ഫീൽഡിലായിട്ട്. എങ്കിലും 2 വർഷമായിട്ടേ ഉള്ളൂ ഇൻലൈറ്റിലേക്ക് എത്തിയിട്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സെൻറ്ററിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഇൻലൈറ്റിൻ്റെ ട്രെയിനിങ് നമ്മുടെ കേരളത്തിൽ വരുന്നത് അറിഞ്ഞത്. അങ്ങനെയാണ് ആ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും അതുവഴി ഇൻലൈറ്റിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ മാം, അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ ട്രെയിനിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇൻലൈറ്റിൽ നിങ്ങൾ എത്ര വയസ്സുള്ള കുട്ടികൾക്കാണല്ല ഏത് കുട്ടികൾക്കാണ് ഈ റെമഡി കൊടുക്കുക? ഇൻലൈറ്റിൽ 2ാം ക്ലാസ് മുതൽ മുകളിലോട്ടേക്ക് പ്രായമായ കുട്ടികൾക്ക്, ഏത് പ്രായക്കാർക്കും ഇൻലൈറ്റിലേക്ക് ജോയിൻ ചെയ്യാം. പഠനത്തിൽ പ്രയാസം നേരിടുന്ന, എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ, അവർ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത കുട്ടികൾക്കാണ് ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അവർ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഉഷാറായിരിക്കും, പഠനത്തിൻ്റെ വിഷയത്തിൽ മാത്രമായിരിക്കും ഈ കുട്ടികൾ പിറകോട്ട് പോയിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇൻലൈറ്റിൽ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? അത് പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പഠന നിലവാരം അറിയുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ അക്കാദമിക് കൗൺസിലർ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കും. അതുവഴിയാണ് അവർ ഇപ്പോൾ ഏത് നിലവാരത്തിലാണ് കുട്ടികൾ ഉള്ളതെന്ന് അറിയാം. അതിനനുസരിച്ചാണ് ക്ലാസ്സുകൾ കൊടുക്കും. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പേരൻസിന് ആ കുട്ടികൾക്കുള്ള ഗുണങ്ങൾ? കുട്ടിയെ അവരുടെ മനസ്സറിഞ്ഞ് അവരെ പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ പാരൻസിന് ഇതിലൂടെ സ്ട്രെസ് ഫ്രീ ആവാൻ സാധിക്കും. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ സമൂഹം അവരെ മണ്ടന്മാരും പൊട്ടന്മാരും ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ പാരൻസിന് ഈ ഒരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എങ്ങനെയാണ് ക്ലാസ് നിങ്ങൾ കൊടുക്കുക? അതായത് ഗ്രൂപ്പായിട്ടാണോ അല്ല ഓൺലൈൻ ഓഫ്ലൈനായിട്ടോ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് ഉണ്ടാവുക കുട്ടികൾക്ക്? ഇൻലൈറ്റിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അത് ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്, ഓൺലൈൻ ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഹോം റെമഡിയാണ്. അതായത് ടീച്ചേഴ്സ് ഉള്ള ഏരിയകളിൽ കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ വീട്ടിലേക്കാണ് ക്ലാസ്സിന് വേണ്ടി പോവുക. അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ കുട്ടികളുടെ റിസൾട്ട് നമുക്ക് എത്ര ദിവസം കൊണ്ട് മാറ്റം കണ്ടെത്താൻ പറ്റും? അതായത് ഓൺലൈനും ഓഫ്ലൈനായിട്ട് കൊടുക്കുമ്പോൾ സെയിം റിസൾട്ട് തന്നെയായിരിക്കുമോ ഉണ്ടാവുന്നത്? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെയിം റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 15 ദിവസം ആകുമ്പോൾ കുട്ടിയുടെ പാരൻറ്റിനെ നമ്മൾ വിളിപ്പിക്കും. അവരെ കൂടെ നമ്മുടെ ഇൻലൈറ്റിൻ്റെ മെൻറ്ററും അതുപോലെ കുട്ടിയും പാരൻറ്റും ഒരുമിച്ചിരുന്നിട്ടാണ് ക്ലാസ്സുകൾ പാരൻറ്റിന് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഈ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടി എന്ത് നേടി എന്നുള്ളത് അവിടെ വെച്ചാണ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഇപ്പോൾ 15 ദിവസം കൊണ്ട് മാമിന് അവരുടെ പേരൻസിന് അവരെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ് അതായത് എല്ലാം ഒന്നിച്ചാണോ? സബ്ജക്റ്റ് എങ്ങനെയാണ്? ലാംഗ്വേജസ് എല്ലാ സബ്ജക്റ്റും ഒരേ മാസത്തിൽ തന്നെയാണോ കൊടുക്കുക? ഇതിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു മാസം നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഒരു മാസം ഫുള്ളായിട്ട് ഇംഗ്ലീഷാണ് കൊടുക്കുക. ഒരു മാസം ഒരു സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറമെ അറ്റൻഷൻ കൂട്ടുവാനുള്ള ഗെയിംസ്, അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനുള്ള മെത്തേഡുകൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അറ്റൻഷൻ കൂട്ടുവാനുള്ള ഗെയിംസ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കുട്ടിയെ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തു വരാനും കൂടെ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ പേരൻസ് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 80-85 അധികം കുട്ടികൾ മാമിൻ്റെ അടുത്ത് പഠിച്ചു പോയി. അപ്പോൾ ഇതിലേതെങ്കിലും പേരൻസ് അവരുടെ റിസൾട്ടുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും മാമിനോട് ഷെയർ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? റിസൾട്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അതിൽ പഠനപ്രയാസം
കാരണം ജീവിതത്തിൽ തന്നെ കണ്ണുനീര് കുടിക്കേണ്ടി വന്ന ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് 24 വയസ്സുള്ളൊരു ലേഡി ആയിരുന്നു. അപ്പോൾ അത് അവരുടെ ആദ്യത്തെ +1 വരെയാണ് ആ ലേഡി പഠിച്ചത്. അവരുടെ കല്യാണം കഴിച്ച് അയച്ചു. അതിൽ അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഡൈവേഴ്സായി. വീണ്ടും അവരെ നിക്കാഹ് കഴിച്ചു. അതൊരു ദിവസം അവർ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പേരൻസിന് അറിയില്ല എന്താണ് എൻ്റെ കുട്ടി ഈ ഒരു പ്രയാസം കാരണമാണ് വിഷമത്തിലായി പോയത് എന്നുള്ളത്. അങ്ങനെ ഒരു 2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇൻലൈറ്റിനെ കുറിച്ച് അറിയുന്നത്. അവരെ തന്നെ റിലേറ്റീവില് ഒരു കുട്ടി നമ്മളടുത്ത് പഠിച്ചുകൊണ്ടിരുന്നിരുന്നു. അവര് വഴിയാണ് ഇൻലൈറ്റിനെ കുറിച്ച് അവർ അറിയുന്നത്. അങ്ങനെ നമ്മളടുത്ത് വന്നു. അവരെ നമ്മൾ അസസ്മെന്റ് ടെസ്റ്റ് എടുത്ത സമയത്ത് തുടക്കം നമുക്ക് എടുക്കാനൊരു പേടി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാവും ഇത്ര ഏജ് ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും അവര് നമ്മളടുത്ത് ക്ലാസ്സിന് വന്ന സമയത്ത് ശരിക്കും നമുക്ക് തന്നെ ഭയങ്കര ഒരു വിഷമമായി പോയി. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ഏജ് ഉള്ള ഒരാള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമോ എന്നുള്ളത് നമ്മളും കൂടെ ചിന്തിച്ചത്. അങ്ങനെ അവർ നമ്മളടുത്ത് 4 മാസം പഠിച്ചു. ഇംഗ്ലീഷ്, അറബി ഈ ഒരു ഭാഷകളിൽ 4 മാസം നമ്മളടുത്ത് പഠിച്ചു. ഇപ്പോൾ 2 ആഴ്ച മുന്നേ അവരെ കല്യാണം അയച്ചു. അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. അപ്പോൾ അവരെ ആ ഒരു പാരന്റിന്റെ ആ ഒരു ഭയങ്കര ഒരു സന്തോഷ കണ്ണീരായിരുന്നു. അവർ വന്ന സമയത്ത് ഓരോ മാസവും നമ്മളടുത്ത് വരുമ്പം കരഞ്ഞിട്ടാ പോവാ. നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യമേ അറിഞ്ഞില്ല എന്നുള്ള ആ ഒരു മെസ്സേജാണ് അവർക്ക് നമ്മൾ തന്നത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കുട്ടി, ചെറിയ കുട്ടിയാണ്, 3ാം ക്ലാസ് ആണ്. ആ മോൻ ഇതേപോലെ 4 മാസത്തോളം നമ്മളടുത്ത് ഉണ്ടായിരുന്നു. തീരെ 0 ലെവലായിരുന്നു സ്കൂളിൽ വന്ന്. കാരണം കൊറോണ സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡുകൾ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊറോണയിൽ പോയ ഒരു കുട്ടിയാണ്. പിന്നെ നേരെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കാണ് ഈ കുട്ടി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ നമ്മളടുത്ത് എത്തി ഒരു 4 മാസം നമ്മളടുത്ത് ഉണ്ടായിരുന്നു. മോന് നന്നായിട്ട് വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചതിന് ശേഷം സ്കൂളിൽ വരുന്ന സമയത്ത് അവരുടെ ബേസിക് ലെവലെല്ലാം എങ്ങനെയുണ്ട്? ആ കുട്ടി ലോ ലെവലായിരുന്നു. തീരെ ഇല്ലായിരുന്നു. ലെറ്റേഴ്സ് പോലും ഇല്ല. കാരണം നമ്മളടുത്ത് വന്നതിന് ശേഷമാണ് സാധാ ഇൻലൈറ്റിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഓരോ കുട്ടിക്കും ഏത് രീതിയിലൂടെയാണ് ക്യാച്ച് ചെയ്യുന്നത് ആ രീതിയിലൂടെയാണ് ഇൻലൈറ്റിലെ ക്ലാസ് പോകുന്നത്. അപ്പൊ ഈ കുട്ടി അതെ അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യാസം. അതുവരെ എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടീനെ പോലെയല്ല ഈ കുട്ടി വന്നത്. ഫുള്ള് നമ്മൾ മണലിലൂടെ ലെറ്റേഴ്സ് കൊടുത്തിട്ടാണ് ആ കുട്ടീനെ നമ്മൾ ലെറ്റേഴ്സ് ക്യാച്ച് ചെയ്യിപ്പിച്ചത്. അതുവഴി ഈ മോനെ വായിക്കാൻ പഠിച്ചു. നല്ല പ്രയാസം ഉണ്ടായിരുന്നു തുടക്കം. കാരണം മണലിലൂടെയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ അനുഭവമാണ്. കംപ്ലീറ്റ് ലെറ്റേഴ്സ് മണലിൽ കൊടുത്തതിന് ശേഷമാണ് ആ മോന് വായിക്കാൻ വേണ്ടി ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിനുശേഷം ആ മോൻ നന്നായിട്ട് വായിക്കാൻ പഠിച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നന്നായിട്ട് ഖുർആൻ ഓതും ആ മോന്. അറബിക്കൊന്നും തീരെ ഇല്ലായിരുന്നു. ഇപ്പോൾ പ്രസന്റ് ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം സ്കൂളിൽ വെച്ച് നടക്കുന്ന ഓരോ എക്സാം കഴിയുമ്പോഴും സ്കൂളിലൊരു ബെസ്റ്റ് പെർഫോമറായിട്ട് ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് സംഭവം. അപ്പോൾ അതിൽ ഈ മോൻ ഒരു തവണ മെഡൽ വാങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു. ആ മെഡൽ ഇട്ട ഒരു ഫോട്ടോ അയച്ചു. ഭയങ്കര ഒരു വല്ലാത്ത സന്തോഷം. പാരൻസ് വരെ പറയുണ്ടായി. വണ്ടർഫുൾ മൊമെന്റ് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം. അതെ. എന്നാൽ ബേസിക് ഇല്ലാത്ത കുട്ടി തന്നെ വന്നിട്ട് 1 മാസം 2 മാസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസ് ആ കുട്ടികൾക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതെ. ഓക്കെ മാം, ആ മാമിൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോൾ വല്ലാത്ത മോട്ടീവായി. അതായത് 24 ഇയർ 24 ഏജ്ഡ് ആയിട്ടുള്ള ആ കുട്ടി വന്ന് ഇവിടെ റിസൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ മാമിന് എന്ത് തോന്നി ഈ ഒരു കുട്ടിയെ പഠിപ്പിച്ച് വിട്ടതിൽ? ഈ ഒരു മോള് വന്ന സമയത്ത് ശരിക്കും സങ്കടം തന്നെയായിരുന്നു. കാരണം ഇത്രയും ഏജ് ആയിട്ട് ഈ ഒരു പ്രയാസം കാരണം വിഷമിച്ച ഒരു അവസ്ഥ അത് അത്രയും നമ്മളെയും വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 24 വയസ്സായിട്ടും പഠനത്തിൽ ഇത്രയും പ്രയാസങ്ങൾ നേരിട്ട് വന്ന കുട്ടിയായിരുന്നു അവള്. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതായത് ലെറ്റേഴ്സ് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ സമയം കൂടെ അവൾക്ക് നോക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കുട്ടി +1 വരെ എങ്ങനെ എത്തി എന്നുള്ള കാര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 2 വർഷത്തെ ആ ഒരു ഇതിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റാണ് ആ മോളെ പഠിപ്പിച്ചത് എന്നുള്ളത്. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ അവൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമായിട്ടുണ്ട്. കാരണം ഇത്രയും പ്രയാസങ്ങൾ കാരണം അവളുടെ ജീവിതത്തിൽ തന്നെ കയ്പ് നീര് അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരെ പാരൻസും നമ്മളടുത്ത് വരുന്ന സമയത്ത് അവരും കരഞ്ഞിട്ടാണ് നമ്മളടുത്ത് നിന്ന് പോവുക. അപ്പോൾ അത്രയും മിസ്സേ നിങ്ങളെ എപ്പോഴോ നമ്മളടുത്ത് കിട്ടേണ്ടതായിരുന്നു എന്നാണ് അവർ പറയുക. ഓരോ തവണ വരുമ്പോഴും പറയൽ അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട് എനിക്കും. അപ്പോൾ മാം ഈ ഒരു ഇൻലൈറ്റിലേക്ക് വന്നതിന് ശേഷം ഒരു അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ
ഈ ഒരു 2 വർഷം കൊണ്ട് 85ഓളം കുട്ടികൾക്ക് റെമഡി കൊടുക്കാൻ സാധിച്ചു. ഇൻലൈറ്റിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനേക്കാളും സ്വന്തം പേര് പോലും എഴുതാൻ അറിയാതെ ബുദ്ധിമുട്ടിലായിട്ടുള്ള കുട്ടികൾ, അവരുടെ പാരൻസിനുണ്ടാകുന്ന സന്തോഷം, അവരുടെ കുട്ടിയുടെ റിസൾട്ട് കണ്ടിട്ട് അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു.